ജീവിതത്തിൽ ഒരുപാട് ഓനിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഇവളിപ്പോഴും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതുവരെ ആ സമയം വരെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയം വരെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് മടങ്ങുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറ് കത്തിയിട്ട് ആ ഗർഭിണി മരിച്ച സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ കരുതിയിരുന്നല്ല അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം, ആദ്യം കരുതിയിരുന്നത് ഈ കാറ് എന്തോ ആക്സിഡന്റിൽ കത്തിപ്പോയതാണ്, അങ്ങനെ പിറകിലിരുന്ന ഗർഭിണിയായ സ്ത്രീ പാവം അതിൽ വെന്തു മരിച്ചു എന്നുള്ളതാണ്. പിന്നെ കേട്ടത് ഭർത്താവിൻ്റെ എന്തോ മനഃപൂർവ്വം ചെയ്തതാണ്, ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലൊക്കെ ആ ഒരു മരണപ്പെട്ട സോനുവിൻ്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് തെളിവുകളടക്കം കിട്ടിയൊരു കാര്യം, ഇത് മനഃപൂർവ്വം ആ പെൺകുട്ടി തന്നെ ചെയ്തതാണ്. ആ യുവതി സ്വയം ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതാണ്. അതായത് ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊടുവിൽ സഹിക്കെട്ടിട്ട് ഈ 6 മാസം ഗർഭിണിയായ ഒരു വയസ്സുള്ള കുട്ടിയുടെ അമ്മയും അച്ഛനാണ് ഇവരെന്ത് ചെയ്തു, ഇവർ പമ്പിൽ നിന്നൊരു ക്യാനിൽ ഇന്ധനം വാങ്ങി. ആ ഇന്ധനം വാങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഇന്ധനം വാങ്ങിയിട്ട് വന്ന് കാറിലിരുന്നു, വീണ്ടും വഴക്കായി. ഇവള് പിറകിലിരുന്നു. അതായത് അരമണിക്കൂർ കൊണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഇവർ 3 മണിക്കൂർ എടുത്തിട്ടൊക്കെയാണ് പലപ്പോഴും വരിക. അത്രയും വഴിയിൽ വെച്ച് വഴക്കുണ്ടാവും. ഇവൻ മദ്യപിക്കുകയും ചെയ്തിരുന്നു. സഹി കെട്ടപ്പോൾ ഇവൾ എന്ത് ചെയ്തു, ഇവൾ പിറകിലിരുന്നിട്ട് ഇത് മുഴുവൻ മേത്തൊഴിച്ചിട്ട് സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയതാ. ഇവളങ്ങനെ കാറിലിരുന്ന കാറടക്കം പൊട്ടിത്തെറിച്ചു. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ തോട്ടിലേക്ക് ചാടി, വെള്ളത്തിൽ ചാടി. അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി. കാറ് പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് അതിലൊരാളുണ്ട് എന്ന് തന്നെ മനസ്സിലായത്. അപ്പോൾ എല്ലാവരും കരുതി ഇവൻ മനഃപൂർവ്വം ചെയ്ത്. ഇവനിപ്പോൾ 60% പൊള്ളലേറ്റിട്ട് മരണാസന്നനായിട്ട് ഗുരുതരാവസ്ഥയിലാണ്. പോലീസിന് ഇപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനോ മറുപടി പറയാനോ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സോഷ്യൽ മീഡിയ വഴി കണ്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായ ആളുകളാണ്. അങ്ങനെ പ്രണയം കൊടുമ്പിരി കൊണ്ടുപോയി വീട്ടുകാർ അത്ര സമ്മതിച്ചില്ല. കാരണം ഇവൻ ലേശം സാമ്പത്തികമായിട്ടുള്ളൊരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഭർത്താവ്. അപ്പോൾ ഭാര്യ വീട്ടുകാരാണെങ്കിൽ ഈ ഒരു യുവതിയുടെ വീട്ടുകാരൊരു സാധാരണക്കാരാണ്. പക്ഷേ ഈ പ്രണയം ഇവൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഇവൻ ഗൾഫിൽ പോയതിന് ശേഷം ഇവൻ്റെ സ്വഭാവം മാറി. ഇവൻ വേറൊരാളുമായിട്ട് വിവാഹമൊക്കെ എത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ പോലീസൊക്കെ വന്നു, കേസായി. അങ്ങനെ കൗൺസിലിംഗ് കൊടുത്തു. ഇവൾ പറഞ്ഞ് അവനെ തന്നെ കെട്ടണം. അങ്ങനെ വാശി പിടിച്ച് കെട്ടിച്ചാൽ നമുക്ക് സ്നേഹം എന്നുള്ളത് ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെ ഇവനൊടുവിൽ കെട്ടേണ്ടി വന്ന സമയത്ത് ഇവരൊരു കണ്ടീഷൻ വെച്ചു, നീ നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. അതായത് പെൺകുട്ടിയോട് നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല, അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. ആ നിർബന്ധത്തിലാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഈ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലും വലിയ സുഖവും സന്തോഷങ്ങളൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മാതാപിതാക്കളെ ധിക്കരിച്ച് അവരനുഗ്രഹങ്ങളില്ലാതെ വിവാഹത്തിലേക്ക് ഏർപ്പെട്ടവരാണ് 2 പേർ. സഹിക്കന്നെ അങ്ങനെ മുന്നോട്ട് പോയി. ഇവർക്കൊരു കുഞ്ഞതിന് ശേഷം പിന്നെ ബന്ധങ്ങളൊക്കെ. എന്നാലും വീട്ടിലേക്ക് വല്ലാതെ പോകാനോ നിൽക്കാനോ സമ്മതിക്കാറില്ല അത്രേ. അങ്ങനെ ഒന്നാമതൊരു കുഞ്ഞ് ഇവർക്കുണ്ട്, ആദ്യത്തെ കുട്ടിയുണ്ട്. അങ്ങനെ 2ാമത് ഗർഭിണിയായതാണ്. ഇവർക്കിടയിൽ എന്നും പ്രശ്നങ്ങളാണ്. ഇപ്പം സംശയം വെച്ചാൽ ഈ സംഭവം 2 ഇതിലേക്കാണ് പോലീസ് പോയിരിക്കുന്നത്. ഒന്ന് ഞങ്ങൾ പറഞ്ഞ സംശയങ്ങളും, ഒന്ന് പോലീസിൻ്റെ സംശയങ്ങളിലൂടെയാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇതിൻ്റെ ഈ റൂൾസ് ഏതാണ്ട് ഇതിലെത്താനായിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും ഇതിൻ്റെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടും വന്നതിന് ശേഷം നമുക്കത് ക്രോഡീകരിച്ചിട്ട് പറയാനാവുമെന്നാണ് ഇപ്പം പോലീസ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഓനിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഇവളിപ്പോഴും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതുവരെ ആ സമയം വരെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയം വരെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് മടങ്ങുന്നത്. പിന്നെ എൻ്റെ ചെറിയ മോള് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത്, മദ്യപിച്ച് വന്നിട്ടുണ്ടെന്നെല്ലാം പെങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അത് സത്യാവസ്ഥ ഉണ്ടോ എല്ലാം അറിയില്ല. അതായത് ഇത്രയേ ഉള്ളൂ. പ്രണയ വിവാഹമാണോ ആ വിവാഹം കൊണ്ടുപോയിട്ട് നാശത്തിലേക്ക് എത്തിക്കും. 2, മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളില്ലാത്ത വിവാഹമാണോ ആ വിവാഹം നമുക്ക് നന്മ നൽകില്ല. ഇത് ഞാൻ ജാതിയും മതവും ഒന്നും പറയില്ല, വേദനിപ്പിക്കാൻ വേണ്ടി പറയണമെന്നല്ല. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല കുട്ടികളും ഇഷ്ടംപോലെ പ്രണയങ്ങളിൽ പോയി ചാടുക. ഇത് മുഴുവൻ കാശും കൊടുത്ത് സൗകര്യം പഠിപ്പിക്കുന്ന ഈ മാതാപിതാക്കൾ ഇന്ന് അവരെ വാക്കിന് ഈ പെൺകുട്ടികളെ നന്മക്ക് വേണ്ടിയാണ് ഇത് ചെയ്തു കൊടുക്കുക.
അതൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന കാമുകൻ, ഇപ്പോൾ കിട്ടുന്ന ലവർ, ബെസ്റ്റി, ഇത് മാത്രമേ വേണ്ടുള്ളൂ. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവസാനം ആരെ ഉണ്ടാവുള്ളൂ? ഈ മാതാപിതാക്കൾ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഇവർക്ക് ബോധം വരില്ല. മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളില്ലാത്ത നടക്കുന്ന വിവാഹം എവിടേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. പ്രണയിക്കുന്ന പെൺകുട്ടികളെ, പല പെൺകുട്ടികളുണ്ട് പ്രണയം, ഇക്കിൻ്റെ പ്രണയം മതി, മാതാവും വേണ്ട പിതാവും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പലരും സഹിക്കെട്ടിട്ട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളില്ലാതെ നിങ്ങളൊരു ലൈഫിലേക്ക് തുടങ്ങിയാൽ അത് നല്ലപോലെ അവസാനിക്കൂല. ആവശ്യമില്ലാത്തതിൻ്റെ പിറകെ പോയാൽ അത്യാവശ്യമുള്ളത് നഷ്ടപ്പെടും എന്നുള്ളത് ഒരു വാക്യമുണ്ട്. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്യമാണ്. ഇത് വളരെ കറക്റ്റാണ്. നമ്മുടെ ഈ ലൈഫിൽ അത്യാവശ്യമുള്ള മാതാപിതാക്കളുടെ അനുഗ്രഹം ഇത് വേണ്ട, ഇക്കിൻ്റെ പ്രണയം മതി എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുത്താൽ നമുക്ക് അത്യാവശ്യമുള്ള പലതും നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടും. ഇവർ ഈ അപകടം നടക്കുന്ന അന്നും ഇവർക്ക് ഇടയിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ആ വഴക്ക് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവർ മരണാസന്നനായിട്ട് 60% പൊള്ളലേറ്റ് കിടക്കണം. ആ പൊള്ളലേറ്റ് കിടക്കുന്നവർ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ, കൃത്യമായിട്ട് അറിയട്ടെ. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇതൊരു പാഠമാക്കി എടുക്കുക. സംഭവിച്ച ആളുകളെ കുറ്റപ്പെടുത്തുമല്ല. ഇത്തരത്തിൽ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ട് നിങ്ങൾ പ്രണയത്തിൻ്റെ പിന്നാലെ പോയാൽ ലോങ് ലൈഫിൽ നിങ്ങൾക്ക് നല്ല റീൽസ് എടുക്കാനൊക്കെ പറ്റും, നല്ല ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആവാൻ പറ്റും. ഈ റൊമാൻറ്റിക്കും റീൽസൊക്കെ കഴിഞ്ഞ് നമ്മൾ റിയൽ ലൈഫിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് എത്രത്തോളം നമുക്ക് പീസ്ഫുൾ ആകും, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അത് സന്തോഷകരമാകുമെന്ന് ആലോചിക്കാം. ഒരു 98% ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു അനുഭവം. നമ്മൾ പല കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടും പല ക്ലാസ്സുകളിലും സർവേകളിലും ഒക്കെ മനസ്സിലാക്കിയൊരു കാര്യം, സന്തോഷകരമാവില്ല. അത് ജാതി മതവ്യത്യാസങ്ങളൊന്നുമില്ല. പാവം ഈ കുടുംബത്തിലേറ്റ സംഭവം ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലാണ് ഇതൊരു ദുരൂഹത ഉണർന്നത്. കാരണം സ്വാഭാവികമായി സംശയിച്ചു. കാരണം ഇവൻ മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു, ഇത് എങ്ങനെ കറക്റ്റ് തോടിൻ്റെ അവിടേക്ക് എത്തി? അപ്പോൾ ഇവളിത് വാങ്ങി ഇനി ഇവനെ കൊണ്ട് വാങ്ങിച്ചതാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്നാലും പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇതുവർ സ്വയം ചെയ്തതാണ്, ഇവള് സ്വയം ചെയ്തതാണ്. ആ യുവതി സഹിക്കിട്ടിട്ട് അപ്പോൾ ഇവള് കരുതിയിട്ടുണ്ടാവും ഞാൻ പോവുകയാണെങ്കിൽ മൂപ്പരും കൂടി പോകട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ വരുന്ന സമയത്തുള്ള വഴക്കിൻ്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ ആ കടും കൈ ചെയ്തു. എന്നിട്ട് എന്ത് നേടി? ഒരു കുറച്ച് ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ വാർത്ത വരിക എന്നുള്ളത് മറ്റൊന്നുമില്ല. നമുക്ക് എന്ത് ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാവരുത്. നമ്മൾ ചെയ്യേണ്ടത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അയ്യോ അങ്ങനെ ഇങ്ങനെ ഇതൊന്നും ഒരു ഉപേക്ഷ വാക്കുകളെ അല്ല. ലൈഫ് നമ്മൾ പൊരുതി നേടുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. അഴീക്കോട് കണ്ണൂരിൽ ഒരു കുട്ടി അമാൻ എന്ന പേരിൽ 8 വയസ്സുള്ള കുട്ടി ഇന്നലത്തെ UDFൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കിടുന്ന സമയത്ത് ആളുകൾ പാർട്ടി പ്രവർത്തകർ പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നു. അങ്ങനെ പൊട്ടാത്ത പടക്കങ്ങൾ എടുത്തുകൊടുത്തിട്ട് ഈ അമാൻ എന്നുള്ള 8 വയസ്സുകാരും അവൻ്റെ ബ്രദർ എല്ലാവരും കൂടി വേറെ 2 സുഹൃത്തുക്കളും കുട്ടികളാണ് ഈ പൊട്ടാത്ത പടക്കങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ ഇത് കണ്ടിട്ട് ഒരു പൈപ്പിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, സാധാരണ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുമല്ലോ ഈ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച് വരണേ, അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് കല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു റീൽസിലൊക്കെ കാണാം. അങ്ങനെ ഇവർ തീ കൊടുത്താണ്. അപ്പോൾ ഒരിക്കൽ തീ കൊടുത്തിട്ട് പടക്കം പൊട്ടിയില്ല, അതിങ്ങനെ പൊട്ടിത്തെറിച്ചില്ല. രണ്ടാമത് അടുത്ത് പോയിട്ട് ഒന്നുകൂടെ തീ കൊടുത്തത് പെട്ടെന്ന് കണ്ട് പൊട്ടിത്തെറിച്ചിട്ട് ഈ മറ്റേ കല്ലിൻ്റെ ചീളും ഇതും മറ്റും കഴുത്തിൽ കൊണ്ട് രക്തം വാർന്നിട്ട് അമാൻ എന്നുള്ള 8 വയസ്സുകാരൻ മരണപ്പെട്ടു. ദാരുണമായൊരു അന്ത്യം. പഠിച്ചവനെ മറ്റുള്ള കുട്ടികൾക്കും പരിക്കുണ്ട്, എൻ്റെ സഹോദരന് പരിക്കുണ്ട്, മറ്റ് 2 കുട്ടികൾക്ക് പരിക്കുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരങ്ങനെ മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ കേട്ടു ഓടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പടക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ മറ്റേ സത്യപ്രതിജ്ഞയൊക്കെ ഏറ്റവും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. പടക്കത്തിൻ്റെ പരിപാടിയിലേക്ക് മക്കളെ നമ്മൾ പങ്കെടുപ്പിക്കരുത്. ഈ റീൽസ് കണ്ടിട്ട് പടക്കത്തിൻ്റെ വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുമ്പോൾ അപകടം പതിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിന് ഇതുപോലെ ഒരു 10ാം ക്ലാസ്സുകാരൻ ചെയ്തു, മരണപ്പെട്ടു. ആ വീട്ടുകാർക്ക് പോയി റീൽസ് കണ്ടിട്ട് അതിലത്തെ പോലെയൊക്കെ 1 or 2 സാധനം സക്സസ് ആയിട്ടുണ്ടാവും. അത് കണ്ട് മക്കൾ അനുകരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് ആ പാവം ആ മാതാപിതാക്കൾക്ക്. ഒരു ദിവസത്തെ വാർത്തക്കപ്പുറം അവരനുഭവിക്കുന്നൊരു വേദന. ഞാൻ നല്ല പൊന്നാനിയിൽ പോയി ഒരു വീട്ടിൽ പോയി, മിനിഞ്ഞാന്ന് പോയതാണ്. നോമ്പിന് മരണപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് പോയത്. ആ ഉമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു ദിവസം കാണുന്ന പത്രത്തിലെ വാർത്തക്കപ്പുറം ഒരു ലോങ് ലൈഫിൽ ഇവർ സങ്കടപ്പെടും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പടക്കം മേടിച്ചു കൊടുക്കുന്ന സംവിധാനം വേണ്ട. ഇത്തരം റീൽസ് കണ്ടുള്ള പരീക്ഷണങ്ങളിലേക്ക് മക്കൾ പോകാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാധാരണ നമ്മളൊക്കെ ദേശീയഗാനം ചൊല്ലലുണ്ട്. അതിനോടൊപ്പം ഇന്നലെ എക്സ്ട്രാ ആയിട്ട് വന്ദേ മാതരം എന്നുള്ള ദേശീയ ഗീതം അവിടെ ആലപിച്ചിരുന്നു. ഈ ദേശീയ ഗീതം ആലപിക്കുമ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റെന്ന് ബഹുമാനിച്ചിരുന്നു. ഇങ്ങനെ ഈ നമ്മൾ സാധാരണ ദേശീയ ഗാനം എന്നുള്ള ആ ജനഗണമന ചെല്ലുന്നതിന് കൂടുതലായിട്ട് ഇങ്ങനെ വന്ദേ മാതരം ചൊല്ലിയത് വലിയ വിവാദമായി. ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ RSSകാരുടെ പരിപാടി ഏറ്റെടുത്തു, എന്തായാലും കോൺഗ്രസിൻ്റെ സർക്കാർ UDF സർക്കാർ ചെയ്ത് ശരിയായില്ല. ഇങ്ങനെ വന്ദേ മാതരം പാടിയത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം.
വന്ദേ മാതരം പാടിയത് ശരിയാണോ എന്നുള്ളത്. വന്ദേ മാതരം ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാടൽ നിർബന്ധമാണ് കേട്ടോ. അതിൻ്റെ 6 ചരണങ്ങൾ പാടണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധമാണ്. അതനുസരിച്ചുകൊണ്ട്, കാരണം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ആരാണ്? ഗവർണറാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഗവർണർ വരുന്നൊരു പരിപാടിയിൽ തുടക്കത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട്, തുടക്കത്തിലും വേണം ലാസ്റ്റും വേണം, വന്ദേ മാതരം എന്നുള്ളത് ദേശീയ ഗീതമാണ്. അത് നിർബന്ധമാക്കിയിട്ട് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ സർക്കാർ. അതുകൊണ്ട് ചെയ്യില്ലാതെ മാർഗ്ഗമില്ല. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് എൻ്റെ ഉത്തരം അതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമായതുകൊണ്ട് ആ നിയമപരമായിട്ടുള്ള ഭരണഘടനാ ഉത്തരവാദിത്തമായതുകൊണ്ട് ചെയ്യുന്നത് തെറ്റല്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞത് അത് പാടിയത് ശരിയല്ല, ഭരണഘടനയാണെങ്കിലും നമ്മൾ ഈ കോൺഗ്രസ്സുകാരല്ലേ, നമ്മൾ സംഘപരിവാർ വിരുദ്ധരല്ലേ, അതുകൊണ്ട് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.